നെക്സ്റ്റ് ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. അതിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഡി എൻ എയുടെ സ്ട്രക്ചറും ലെങ്ത് ഓഫ് ഡി എൻ എ ഒക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ദ സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ. അതായത് ജെനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നാണ് ഈ പറയുന്നത്. അപ്പം അതിനുള്ള എക്സ്പെരിമെൻ്റാണ് ഗ്രിഫ്റ്റ്സ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പം നിലവിൽ നമുക്കറിയാം ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡി എൻ എ ആണ്, അല്ലേ? ചില ജീവികളിൽ അത് RNA ആണെന്നും അറിയാം. പക്ഷേ അന്ന് മെൻഡലിൻ്റെയൊക്കെ കാലത്തും അതിനുശേഷം മീഷർ, അതായത് ന്യൂക്ലിക് ആസിഡ്സ് കണ്ടുപിടിച്ച ആളാണ് ഫെഡറിക് മീഷർ എന്ന് പറയുന്ന ആൾ. അവരുടെയൊക്കെ കാലഘട്ടത്തിൽ എന്താണ് ന്യൂക്ലിക് ആസിഡ് എന്ന് മാത്രം, DNA ഉണ്ട്, RNA ഉണ്ട്, അങ്ങനെ പലതരം മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു അവർ കണ്ടുപിടിക്കുകയുണ്ടായി സെല്ലിൻ്റെ അത്. അപ്പോൾ അവർക്ക് ഏതാണ് യഥാർത്ഥ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് അന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് 1928 കാലഘട്ടത്തിലായിരുന്നു ഫെഡറിക് ഗ്രിഫ്റ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഇതിനെക്കുറിച്ച്, അതായത് ജെനറ്റിക് മെറ്റീരിയൽ എന്താണെന്നുള്ള സെർച്ച് നടത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹമാണ് ആദ്യമായിട്ട് ജെനറ്റിക് മെറ്റീരിയൽ DNA ആണോ അല്ലെങ്കിൽ എന്ത് വസ്തുവാണെന്നുള്ള ഒരു ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് നടത്തിയ ആളാണ് ഗ്രിഫ്റ്റ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഫെഡറിക് ഗ്രിഫ്റ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ഇനി ഈ ചാപ്റ്ററിൻ്റെ അകത്ത് കുറേ എക്സ്പെരിമെൻറ്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ എക്സ്പെരിമെൻറ്റ്സിൻ്റെയും പ്രത്യേകതകളും അതെന്തിനു വേണ്ടിയുള്ള എക്സ്പെരിമെൻ്റ് ആണെന്നും അത് ആരെ കണ്ടുപിടിച്ചതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഗ്രിഫ്റ്റിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നുകൂടി പറയും. ഇനി എന്താണ് ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയും? In 1928, Frederick Griffith, in a series of experiments with Streptococcus pneumoniae, proposed transformation in bacteria. അതായത് ഫെഡറിക് ഗ്രിഫ്ത്ത് 1928 കാലഘട്ടം, അല്ലേ? മെൻഡലിൻ്റെയൊക്കെ കാലം എന്ന് പറയുന്നത് 1866, 68, 69 കാലഘട്ടത്തിലായിരുന്നു അവർ പരീക്ഷണങ്ങളൊക്കെ നടത്തി. പിന്നെ എത്രയോ വർഷങ്ങൾക്ക്, 10-30 വർഷങ്ങൾക്ക്, 30 അല്ലല്ലോ, ഒരു 70 വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും ജെനറ്റിക് മെറ്റീരിയലൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ, അല്ലേ? അത് ഫെഡറിക് ഗ്രിഫ്ത്ത് അദ്ദേഹം ഒരു ബാക്ടീരിയത്തിൽ ആണ് ഈ പരീക്ഷണം നടത്തിയത്. ആ ബാക്ടീരിയത്തിൻ്റെ പേരും നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാക്ടീരിയം റെസ്പോൺസിബിൾ ഫോർ ന്യൂമോണിയ. ന്യൂമോണിയയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അല്ലേ? ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷ്യസ് രോഗമാണ്, ഇൻഫെക്ഷനാണ് ഈ ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കുന്ന രോഗാണുവിൻ്റെ പേരാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. അപ്പോൾ ഈ പേര് ഓർത്തിരുന്നതാണ്. അപ്പോൾ ഇതാണ്, അദ്ദേഹമാണ്, ഈ ഫെഡറിക് ഗ്രിഫ്ത്ത് ആണ് ഈ പരീക്ഷണം നടത്തി നോക്കി. ഇനി എന്താണ് ഈ പരീക്ഷണത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഓരോ കാര്യമായിട്ട് പറയാം. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്ന് പറയുന്ന ബാക്ടീരിയം 2 തരമുണ്ട്, 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്ടീരിയത്തിൻ്റെ കാര്യം ഇപ്പം യൂണിസെല്ലാർ ടൈപ്പ് ഓഫ് ജീവികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ 2 സ്ട്രെയിൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ 2 ടൈപ്പ് എന്ന് പറയുന്നതിന് പകരം 2 സ്ട്രെയിൻസ്, 2 ടൈപ്പ് ഓഫ് ബാക്ടീരിയം ഉണ്ടെന്നാണ് പറയുന്നത്. 2 സ്ട്രെയിൻസ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ബാക്ടീരിയ ആർ ദെയർ. ന്യൂമോകോക്കസ് എന്നുകൂടി ഇതിന് പേര് പറയാറുണ്ട്. ഇത് 2 ടൈപ്പ് ഓഫ് ബാക്ടീരിയമാണ് സ്ട്രെപ്റ്റോകോക്കസ് ഉള്ള. ഒന്ന് എസ് സ്ട്രെയിൻ ബാക്ടീരിയവും മറ്റൊരെണ്ണം R സ്ട്രെയിൻ ബാക്ടീരിയ. അതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇതിൻ്റെ ഔട്ടർ സർഫസ് ഈസ് സ്മൂത്ത്, അല്ലേ? ഇതിൻ്റെ പുറമേ ഒന്നും കാണാനില്ല. അതേസമയം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കണ്ടോ, വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ചില
പ്രൊജക്ഷൻസ് നമുക്ക് കാണാം. ഇത് യൂണിസെല്ലുലാർ ആനിമലാണ് അല്ലേ ബാക്ടീരിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിങ്ങനെ കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫസ് സ്മൂത്ത് ആയതുകൊണ്ടാണ് സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത്, സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്. ഇനി ഇതിനെ അങ്ങനെയല്ല, ഇറ്റ്സ് റഫ്, ഇറ്റ്സ് സർഫസ് ഈസ് റഫ്. അപ്പോൾ റഫായിട്ടിരിക്കുന്ന ആയതുകൊണ്ടാണ് ഇതിനെ ആർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ടൈപ്പ് ബാക്ടീരിയമാണ്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ ബാക്ടീരിയകളിൽ അതിൽ എസ് സ്ട്രെയിൻ ബാക്ടീരിയമാണ് എന്തുണ്ടാക്കുന്നത്, രോഗം ഉണ്ടാക്കുന്നത് അല്ലേ. അതാണ് 2 strains ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ബാക്ടീരിയ ആർ ദെയർ. ഒന്ന് അതായത് എസ് സ്ട്രെയിൻ ബാക്ടീരിയ, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വിറുലൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ബാക്ടീരിയമാണ് ഇത്. അതേസമയം ആർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആർ സ്ട്രെയിനിന് പിന്നെ രോഗം ഉണ്ടാക്കാനുള്ള ശേഷി ഇല്ലാത്ത സ്ട്രെയിനാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതിനനുസരിച്ചാണ് ന്യൂമോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ പരീക്ഷണമാണ് തുടങ്ങുന്നത്. ആ പരീക്ഷണം നമ്മൾ നടത്തുന്നത് മൈസിലാണ് അല്ലേ. മൈസിലാണ് ഈ രോഗാണുവിനെ കുത്തിവെച്ചിട്ട് ഇപ്പം ഈ മൈസിന് ന്യൂമോണിയ ഉണ്ടാവുന്നോ ഇല്ലയോ എന്നുള്ള പരീക്ഷണമാണ്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന മനുഷ്യരിലൊന്നും അല്ല നടത്തുന്നത് ഇല്ലേ, എലികളിലും ഒക്കെയാണ്. എലികളിൽ പിന്നെ മുയലുകളിൽ ഇങ്ങനെയുള്ള ജീവികളിലാണ് കൂടുതലും പല വാക്സിൻസൊക്കെ കുത്തിവെക്കുകയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കണ്ടുപിടിക്കുകയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. കൊറോണയുടെയൊക്കെ വൈറസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഓരോ ജീവികളിൽ പരീക്ഷിച്ച് നോക്കി എന്ന് പറയുന്നില്ലേ. അതേപോലെ ഈ എക്സ്പെരിമെൻ്റ് നടത്തിയത് മൈസിലാണ്. മൈസ് മീൻസ് എലി. മൈസ് അതായത് ഈ എസ്ട്രെയിൻ ബാക്ടീരിയത്തിനെ ഈ ഇക്വേഷൻ നമ്മളെപ്പോഴും പഠിച്ചു വെച്ചേക്കണം, എന്ത് സംഭവിക്കുന്നു അല്ലേ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എസ്ട്രെയിൻ ബാക്ടീരിയ എന്ന് പറയുന്ന രോഗകാരിയാണ് അല്ലേ, പാത്തോജനിക്കാണ്. പാത്തോജനിക് മീൻസ് ഈ ബാക്ടീരിയം നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമുക്ക് തീർച്ചയായിട്ടും ന്യൂമോണിയ വരികയും നമ്മൾ മരിക്കുകയും ചെയ്യും. പക്ഷെ നമ്മളിലല്ല ഇത് പരീക്ഷണം നടത്തുന്ന എലികളിലാണ്. അപ്പോൾ ഈ എസ്ട്രെയിൻ ബാക്ടീരിയത്തിനെ എന്ത് ചെയ്യുന്നു, ഇഞ്ചക്റ്റഡ് ഇൻറ്റു മൈസിൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, മൈസിന് ന്യൂമോണിയ വരികയും മൈസ് ചത്തുപോവുകയും ചെയ്യും. അതാണ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് അദ്ദേഹം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഇതേ എക്സ്പെരിമെൻ്റ് ആർ സ്ട്രെയിനിനെ കൊണ്ട് ചെയ്തു. ആർ സ്ട്രെയിൻ നമുക്കറിയാം റഫ് സ്ട്രെയിനാണ് അല്ലേ. അത് എന്ത് ചെയ്തു, ആ ബാക്ടീരിയത്തിനെ ഈ മൈസിൽ വേറൊരു മൈസിൽ ഇഞ്ചക്ട് ചെയ്ത് നോക്കി. അപ്പോൾ മൈസിന് ന്യൂമോണിയ വന്നില്ല, മൈസ് ലൈവായിട്ടിരിക്കുകയും ചെയ്തു, ജീവനോടെ ഇരിക്കുകയും ചെയ്തു. എന്താ കാരണം, നമ്മൾ നേരത്തെ പറഞ്ഞു ആർ സ്ട്രെയിൻ ഡു നോട്ട് ഡെവലപ്പ് ന്യൂമോണിയ അല്ലേ. മൈസ് ഇൻഫെക്റ്റഡ് വിത്ത് ആർ സ്ട്രെയിൻ. അതേസമയം എസ് സ്ട്രെയിൻ ആണ് എപ്പോഴും രോഗം ഉണ്ടാക്കുന്നത്. ഇനി അദ്ദേഹം മൂന്നാമത് എന്താണ് ചെയ്തത് നോക്കാം. മൂന്നാമത്തെ കാര്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ എസ്ട്രെയിനെ ഹീറ്റ് കിൽഡ് ആക്കിയിട്ട് ഇഞ്ചെക്ട് ചെയ്യും. ഇനി എന്താണ് ഹീറ്റ് കിൽഡ് എന്ന് പറഞ്ഞാൽ, അതായത് ബാക്ടീരിയം ഉള്ള ആ ബാക്ടീരിയത്തിന് ചൂട് കൊടുക്കുമ്പോൾ ആ ബാക്ടീരിയം എന്താകും, നമുക്കറിയത്തില്ലേ. ബാക്ടീരിയ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ ആ വെള്ളത്തിലുള്ള ബാക്ടീരിയ ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, നശിച്ചു പോകുമെന്ന്. അതേപോലെ എസ്ട്രെയിൻ ബാക്ടീരിയകളെ ചൂട് കൊടുത്ത് കൊല്ലുന്നു. ആ കൊന്ന എസ്ട്രെയിൻ ബാക്ടീരിയകളെ വേറൊരു എലിയിൽ, ഇത് ഒരേ എലിയിൽ തന്നെ അല്ല ചെയ്യുന്നത്, വ്യത്യസ്തങ്ങളായിട്ടുള്ള എലികളിലാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേറൊരു എലിയിൽ ഇത് കുത്തിവെക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ, മൈസിന് ന്യൂമോണിയ വന്നില്ല, മൈസ് ലൈവായിട്ട് തന്നെ നിന്നു. അപ്പോൾ അതിന് കാരണം എന്താ, ഈ എസ്ട്രെയിനാണ് ശരിക്കും രോഗം ഉണ്ടാക്കുന്നത്, പക്ഷേ മൈസിനെ ഇവിടെ കൊല്ലുന്നില്ല. കാരണം എന്താ, ഈ ചൂട് കൊടുത്ത് ഇതിനെ കൊന്നപ്പോൾ ഇവിടെ രോഗം ഉണ്ടായില്ല. മനസ്സിലായോ. അപ്പോൾ ചൂട് കൊടുത്ത് കൊല്ലുമ്പോൾ ബാക്ടീരിയ ചത്തു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ബാക്ടീരിയ ചത്തുന്നു. ആ ബാക്ടീരിയയെ നമ്മൾ കുത്തിവെച്ചാൽ ഈ രോഗം പകരില്ല, അല്ലെ ഈ രോഗം ആ എലിയിൽ ഉണ്ടാകുന്നില്ല, മൈസ് ലൈവായിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി അദ്ദേഹം നാലാമതായിട്ട് ഇതെന്താ ചെയ്തത്, ഇവിടെ അപ്പോൾ എന്താ ചെയ്തത്, ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയത്തിനെ മൈസിൽ ഇഞ്ചെക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കൂടി നമ്മൾ ശ്രദ്ധിച്ചോണം. ഡിഡ് നോട്ട് കിൽ ദം അല്ലേ. ഇനി നാലാമത്തെ എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് നോക്കാം. നാലാമതായിട്ട് ഈ എസ്ട്രെയിൻ ഹീറ്റ് കിൽഡ്, ഇപ്പം നേരത്തെ നമ്മൾ മൂന്നാമത്തെ പരീക്ഷണത്തിൽ പറഞ്ഞ പോലെ എസ്ട്രെയിൻ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ബാക്ടീരിയത്തിനെ എന്തിൻ്റെ കൂടെ മിക്സ് ചെയ്തു, ആർ സ്ട്രെയിൻ ലൈവുമായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ എസ്ട്രെയിനെ ഹീറ്റ് കില്ല് ചെയ്തു,
ചൂട് കൊടുത്ത് കൊന്നതും അതിൻ്റെ കൂടെ R സ്ട്രെയിന് ലൈവായിട്ടും രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ട് ഈ എലിയിൽ കുത്തിവെച്ചു. അപ്പോൾ ആണ് കണ്ടത് എന്ത് സംഭവിച്ചു? മൈസ് ചത്തു അല്ലേ? അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചത്? ശരിക്കും രോഗം പരത്തുന്ന എസ് സ്ട്രെയിൻ ഇവിടെ കിൽഡാണ് അല്ലേ, കൊന്നതാണ്. പക്ഷെ എന്നിട്ടും ഈ മൈസ് ചാകാനുള്ള കാരണം, അപ്പോൾ ഇവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഈ എസ് സ്ട്രെയിനാണ് നമ്മൾ കൊന്നിട്ടാണ് കൊടുത്തത്, പക്ഷെ ഇവിടെ മൈസ് ചത്തതായിട്ട് കണ്ടു. പക്ഷെ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പറഞ്ഞു എസ് സ്ട്രെയിൻ ഹീറ്റ് കിൽഡായിട്ട് കൊടുത്തപ്പോൾ മൈസ് ചത്തില്ല, കാരണം ഹീറ്റ് കിൽഡായിരുന്നു. പക്ഷെ അപ്പോൾ ഇവിടെ R സ്ട്രെയിൻ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഇവിടെ മൈസ് ചാകുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു? ഈ ചത്ത എലിയുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് നോക്കി, ബ്ലഡോ എന്തെങ്കിലും കളക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഈ എലിയുടെ ശരീരത്തിൽ എന്ത് കണ്ടു? എസ് സ്ട്രെയിൻ ബാക്ടീരിയത്തിനെ കാണുകയും ആ എസ് സ്ട്രെയിനിന് കാരണം ന്യൂമോണിയ വന്നിട്ടാണ് മൈസ് ചത്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഈ എസ് സ്ട്രെയിൻ ലൈവായിട്ട് ഇതിൻ്റെ അകത്ത് വന്നേ എന്നുള്ളതായിരുന്നു പിന്നീടുള്ള സംശയം. അപ്പം ഇവിടെ എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു. ഈ R സ്ട്രെയിൻ ലൈവായിട്ടുള്ള R സ്ട്രെയിൻ എല്ലാം എന്തായിട്ട് മാറി എന്നാണ് പറയുന്നത്? എസ് സ്ട്രെയിനായിട്ട് മാറുകയും ലൈവായിട്ടുള്ള എസ് സ്ട്രെയിൻ ഉണ്ടാകുകയും ആ എസ് സ്ട്രെയിൻ കാരണമാണ് ന്യൂമോണിയ ഉണ്ടാകുകയും ഈ എലി ചാകാനുള്ള കാരണവും പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. ഇനി ഈ എക്സ്പെരിമെൻ്റ് ഒന്നുകൂടെ അത് വിശദീകരിക്കുന്ന പടങ്ങളാണ്. ഇതുപോലുള്ള പടങ്ങളൊന്നും നമ്മുടെ ടെക്സ്റ്റിലില്ല. പക്ഷെ നമുക്ക് ആ ഒരു എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ആ ഒരു 4 സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചിടണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. റഫ് സ്ട്രെയിന് എന്ന് പറഞ്ഞാൽ R സ്ട്രെയിൻ കുത്തിവെച്ചാൽ എലി ലൈവായിട്ടിരിക്കുന്നു. അതേസമയം എസ് സ്ട്രെയിൻ കുത്തിവെച്ചാൽ എലി ചാകുന്നു. എസ് സ്ട്രെയിൻ ഹീറ്റ് കിൽഡായിട്ട് കൊടുക്കുമ്പോൾ എലിക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ റഫ് സ്ട്രെയിന് R സ്ട്രെയിനിൻ്റെ കൂടെ ലൈവായിട്ടുള്ള R സ്ട്രെയിനിൻ്റെ കൂടെ എസ് സ്ട്രെയിൻ ഹീറ്റ് കിൽഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എലി ചാകുന്നു. ഈ 4 സ്റ്റെപ്പാണ്. ഈ 4 സ്റ്റെപ്പ് വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിച്ച് വരുന്നുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ ഒരു സാധനം, ഈ 4 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ തന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് പലപ്പോഴും ഇത് ചോദിക്കാണ് അല്ലേ. എസ് സ്ട്രെയിന് മൈസിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ മൈസ് ഡൈ. R സ്ട്രെയിനാണ് ലൈവായിട്ടിരിക്കുന്നു. ഹീറ്റ് കിൽഡ് ആണെങ്കിൽ ലൈവായിട്ടിരിക്കുന്നു. പക്ഷേ ഹീറ്റ് കിൽഡിൻ്റെ കൂടെ ലൈവ് R സ്ട്രെയിൻ കൊടുക്കുമ്പോൾ മൈസ് ചാകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ആ എക്സ്പെരിമെൻറ്റ്, ഗ്രിഫ്ത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഫെഡറിക് ഗ്രിഫ്ത്ത് എന്നുള്ളത് കൊണ്ടാണ് ഈ എക്സ്പെരിമെൻറ്റിനെ ഗ്രിഫ്ത്ത് എക്സ്പെരിമെൻറ്റ് ഫോർ ഡിറ്റർമിനിങ് ദ ടു സെർച്ച് വിച്ച് ഈസ് ദ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമുക്കിവിടെ അറിയത്തില്ല എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ചത്ത എലിയുടെ ബോഡിയിൽ നിന്നുള്ള സെക്രീഷൻസ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കണ്ടതായിട്ട് കണ്ടു? റിക്കവേർഡ് ദ ലിവിങ് എസ് ബാക്ടീരിയ ഫ്രം ദ ഡെഡ് മൈസ്. ഡെഡ് ആയിട്ടുള്ള മൈസിൻ്റെ മേത്തുനിന്ന് എസ് സ്ട്രെയിൻ ബാക്ടീരിയകളെ കാണുകയും ചെയ്തു. പക്ഷെ നമ്മൾ കൊടുത്തപ്പോൾ എസ് സ്ട്രെയിൻ ഉണ്ടായിരുന്നോ? ഇല്ല. എസ് സ്ട്രെയിനെ എല്ലാം കൊന്നിട്ടാണ് കൊടുത്തത്. പക്ഷെ അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ R സ്ട്രെയിൻ ബാക്ടീരിയ ലൈവായിരുന്നല്ലോ, ഹാസ് ബീൻ ട്രാൻസ്ഫോംഡ് ബൈ ദ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയ. ലൈവായിട്ടുണ്ടായിരുന്ന R സ്ട്രെയിൻ ബാക്ടീരിയയെ ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ ബാക്ടീരിയ കൺവേർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായിട്ട് മാറ്റി? ലൈവായിട്ടുള്ള R ഇതിനെ എസ് ആക്കി മാറ്റി. അപ്പോൾ ഇതിലെന്തോ ഒരു സംഭവം ഇവിടെ നശിച്ചിട്ടില്ല അല്ലേ. ഈ ഹീറ്റ് കിൽഡ് ആക്കി നമ്മൾ ഹീറ്റ് കൊടുത്ത് കൊന്നിട്ട് പോലും ഈ എസ് സ്ട്രെയിൻ ബാക്ടീരിയത്തിൽ ഉള്ള എന്തോ ഒരു വസ്തുവാണ് ഈ ആറിനെ എസ് ആക്കി മാറ്റിയത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അതിനെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി പിന്നീട് വേറെ 3 സയൻറ്റിസ്റ്റുകൾ, ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, എസ് സ്ട്രെയിൻ R സ്ട്രെയിൻ എസ് സ്ട്രെയിനായിട്ട് മാറുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ബയോകെമിക്കൽ അനാലിസിസ് നടത്തി നോക്കി. അപ്പോൾ ഈ കൊന്ന എലിക്കകത്ത് എന്താണ് സംഭവിച്ചത്, ഈ ചത്ത എലിയുടെ മേത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടുപിടിച്ചത് വേറെ 3 ശാസ്ത്രജ്ഞന്മാരാണ്. ഈ ഫെഡറിക് ഗ്രിഫ്ത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. എന്തോ ഒരു വസ്തു ആണിത് ട്രാൻസ്ഫോം ചെയ്തേ എന്ന് മാത്രമേ
ആര് പറഞ്ഞുള്ളൂ? ഫെഡറിക് ഗ്രിഫ്ത് പറഞ്ഞുള്ളൂ. പക്ഷേ വേറെ 3 ശാസ്ത്രജ്ഞന്മാരാണ് ഓസ്വാൾഡ് ഏവറി, കോളിൻ മെക്ലോഡ് ആൻഡ് മക്ലിൻ മക്കാർത്തി. അവർ 1933 to 44 കാലഘട്ടത്തിലാണ് അവർ വർക്ക്ഡ് ടു ഡിറ്റർമിൻ ദ ബയോകെമിക്കൽ നേച്ചർ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഇൻ ഗ്രിഫ്ത് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഗ്രിഫ്തിൻ്റെ എക്സ്പെരിമെൻറ്റിലെ ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ 3 പേരും കൂടി ചേർന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കി. ഈ ഗ്രിഫ്തിൻ്റെ എക്സ്പെരിമെൻറ്റ് വീണ്ടും ആവർത്തിച്ചിട്ട് അതിൽ നിന്ന് അവർ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുകയുണ്ടായി. അവരുടെ പേരുകൾ ഓർത്തിരിക്കുക: ഓസ്വാൾഡ് ഏവറി, കോളിൻ മെക്ലോഡ് ആൻഡ് മക്ലിൻ മെക്കാർത്തി എന്ന് പറയും. അല്ലെങ്കിൽ ഇവരുടെ ഫുൾ നെയിം പഠിച്ചില്ലെങ്കിൽ ഏവറി, മെക്ലോഡ് ആൻഡ് മെക്കാർത്തി എന്നേലും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ 3 സയൻറ്റിസ്റ്റുകൾ എന്താണ് ചെയ്തതെന്നാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹീറ്റ് കിൽഡായിട്ടുള്ള നമ്മൾ എസ്ട്രെയിൻ ബാക്ടീരിയ വെച്ച് കൊന്ന എലിയുണ്ടല്ലോ, ആ എലിയുടെ ശരീരത്തു നിന്ന് ഈ കെമിക്കൽസ്, ആ എലിയുടെ ബോഡിയിലുള്ള ബ്ലഡിൽ നിന്ന് ചില വസ്തുക്കൾ അവരെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ R സ്ട്രെയിനുമായിട്ട് ട്രീറ്റ് ചെയ്തു നോക്കി. അപ്പോൾ ഇതിനകത്തുള്ള ഹീറ്റ് കിൽഡായിട്ടുള്ള സെല്ലിൻ്റെ അകത്തെ പ്രോട്ടീന് ലൈവ് R സെല്ലുമായിട്ട് ട്രീറ്റ് ചെയ്ത് നോക്കി. അപ്പം ഈ R ആയില്ല ആദ്യത്തെ പരീക്ഷണം. മനസ്സിലായോ? ഈ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയക്കകത്ത്, ഈ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയ ആരുടെ ബോഡിയിൽ ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ പരീക്ഷണം ചെയ്തപ്പോൾ ഇട്ട് കൊടുത്തില്ലേ? ആ സെൽസിനെ അകത്തെ പ്രോട്ടീൻസിനെ വേർതിരിച്ചെടുത്തിട്ട് ആ പ്രോട്ടീനിനെ R സ്ട്രെയിനിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുത്തു നോക്കി. ഈ R സ്ട്രെയിൻ ബാക്ടീരിയയിലേക്ക് ഈ പ്രോട്ടീൻ ഇട്ട് കൊടുത്തു. ഇനി ഈ പ്രോട്ടീൻ കാരണമാണോ ഈ R സ്ട്രെയിൻ ആവുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ പ്രോട്ടീൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ പ്രോട്ടീൻ ഇട്ട് കൊടുത്തിട്ടും എന്ത് നടന്നില്ല? ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രോട്ടീൻ ഇട്ട് കൊടുത്തപ്പോൾ പ്രോട്ടീൻ അല്ല അതിൻ്റെ കാരണം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ അവരെന്ത് ചെയ്തു? RNA എടുത്ത് നോക്കി. ഇതിലെ എസ്ട്രെയിനിൽ, ഹീറ്റ് കിൽഡായിട്ടുള്ള എസ്ട്രെയിനിലെ RNA എടുത്ത് ലൈവ് R സ്ട്രെയിനുമായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോഴും നോക്കിയപ്പോഴും എന്ത് കണ്ടില്ല? ഈ R സ്ട്രെയിൻ മാറുന്നില്ല. പക്ഷേ അവരിതിലെ DNA എടുത്ത് പരീക്ഷണം ആവർത്തിച്ച് നോക്കി. R സ്ട്രെയിനുമായിട്ട് യോജിപ്പിച്ചിട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവരിൽ നമുക്ക് എന്ത് കാണാം? ഈ R സ്ട്രെയിൻ എല്ലാം എസ്ട്രെയിനായിട്ട് മാറിയതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് മനസ്സിലായി? ഈ DNA കാരണമാണ്. ഹീറ്റ് കിൽഡായിട്ടുള്ള ബാക്ടീരിയൽ സെല്ലിൻ്റെ അകത്ത് DNAക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. ആ DNA സ്റ്റേബിളായിട്ട് നിൽക്കുകയും ആ DNA ആണ് ഈ ലൈവ് Rനെ ആയിട്ട് മാറ്റുകയും ചെയ്തത്. അങ്ങനെ ആയിട്ട് മാറ്റിയത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പരീക്ഷണത്തിൽ ഈ R ബാക്ടീരിയ എല്ലാം ആകുകയും ന്യൂമോണിയ വരികയും എലി ചത്തുപോകാനുള്ള കാരണം ഇവിടെ നിന്ന് അവർ കണ്ടുപിടിച്ചു. പിന്നീട് ഇത് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി അവർ അടുത്തതായിട്ട് ചെയ്തത്, ഇവരിത് കണ്ടുപിടിക്കാൻ വേണ്ടി അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ഈ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയകളിലെ പ്രോട്ടീനിനെ ഡൈജസ്റ്റ് ചെയ്ത് നോക്കി. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ എൻസൈംസ് ആഡ് ചെയ്തു. പ്രോട്ടീനേസ് എന്ന് പറയുന്ന എൻസൈംസ് ആഡ് ചെയ്തിട്ട് R സ്ട്രെയിനിൽ കുത്തിവെച്ചപ്പോൾ അവിടെയും എന്ത് സംഭവിച്ചു? ഈ പ്രോട്ടീൻ കാരണം R സ്ട്രെയിൻ ട്രാൻസ്ഫോംഡ് ഇൻറ്റു പ്രോട്ടീൻ ഇല്ലല്ലോ. അപ്പോൾ അപ്പോഴും നമ്മൾ നോക്കിയപ്പോൾ എന്ത് കണ്ടു? R സ്ട്രെയിൻ എല്ലാം ആയിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? അതായത് പ്രോട്ടീനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്തു. ഈ സെല്ലിൻ്റെ അകത്തുള്ള പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഈ ഹീറ്റ് കിൽഡ് എസിനെയും ലൈവ് ആറിനെയും കൂടെ കുത്തിവെച്ചപ്പോൾ ആ എലിയിൽ എന്ത് കണ്ടു? R സ്ട്രെയിൻ എന്തായിട്ട് മാറിയതായിട്ട് കണ്ടു? എസ്ട്രെയിനായിട്ട് മാറിയതായിട്ട് കണ്ടു. ഇനി വീണ്ടും അവർ ആ പരീക്ഷണം ആവർത്തിച്ചു. ഈ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയക്കകത്തെ RNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമായ RNase എന്ന് പറയുന്ന എൻസൈമുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ പരീക്ഷണം ആവർത്തിച്ചു.
അപ്പോഴും എന്ത് സംഭവിച്ചു? ഇവിടെ ആർ സ്ട്രെയിൻ എസ് ആയിട്ട് മാറി. പക്ഷേ DNA ഡൈജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ, DNA ഡൈജസ്റ്റ് ചെയ്യാൻ DNA എന്ന് പറയുന്ന എൻസൈം വെച്ച് ഡൈജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് അവർ ഈ പരീക്ഷണം ആവർത്തിച്ചപ്പോൾ എന്താണ് കണ്ടത്? ആർ സ്ട്രെയിന് ട്രാൻസ്ഫോം ചെയ്തില്ല, അല്ലേ? ആർ സ്ട്രെയിൻ എന്തായിട്ട് മാറിയില്ല? എസ് സ്ട്രെയിനായിട്ട് മാറിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ അതിൻ്റെ അകത്തുള്ള DNAകളെല്ലാം ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനെ ഇഞ്ചെക്ട് ചെയ്തത്, അല്ലേ? അപ്പോൾ ഈ 3 തരം എൻസൈംസ് വെച്ച് ഈ പരീക്ഷണം വീണ്ടും അവർ ആവർത്തിച്ചപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് ഈ DNA തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ കൺഫേം ചെയ്തിട്ടാണ് ജെനറ്റിക് മെറ്റീരിയൽ DNA ആണെന്നുള്ളത് അവർ കണ്ടുപിടിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പോയിൻറ്റ്സ് ആണെന്നാണ് ഇവിടെ അവർ കണ്ടുപിടിച്ചതിൻ്റെ പോയിൻറ്റ്സ് ആണ്. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ദേ ഡിസ്കവേർഡ് ദ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം പ്രോട്ടിയേസ് ആൻഡ് ദ RNA ഡൈജസ്റ്റിംഗ് എൻസൈം RNase ഡിഡ് നോട്ട് അഫക്റ്റ് ട്രാൻസ്ഫോർമേഷൻ. കണ്ടോ? ഈ 2 എൻസൈംസ് എന്ത് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞത്? ഇത് നമ്മൾ ഉപയോഗിച്ചാൽ ട്രാൻസ്ഫോർമേഷനെ അഫക്റ്റ് ചെയ്യത്തില്ല, അല്ലേ? സോ ദ ട്രാൻസ്ഫോമിംഗ് സബ്സ്റ്റൻസ് വാസ് നോട്ട് എ പ്രോട്ടീൻ ഓർ RNA. പ്രോട്ടീനും അല്ല RNAയും അല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചത്, അല്ലേ? ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിൻ ആവാനുള്ള കാരണം നമുക്കറിയാം, ഇപ്പോൾ DNA തന്നെയാണ്. ഡൈജഷൻ വിത്ത് DNAs ഡിഡ് ഇൻഹിബിറ്റ് ട്രാൻസ്ഫോർമേഷൻ, suggesting that the DNA caused the transformation. DNA എന്താണ് യഥാർത്ഥത്തിൽ? DNA ആണ് ഇവിടെ കാരണക്കാരൻ, അല്ലേ? അപ്പോൾ they concluded that DNA is the genetic material. അങ്ങനെ അവരെന്ത് കൺക്ലൂഡ് ചെയ്തു? DNA തന്നെയാണ് ജെനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഒരു സെല്ലിൻ്റെ അകത്ത് RNA ഉണ്ട്, പ്രോട്ടീനുകളുണ്ട്, അങ്ങനെ പലതരം മോളിക്യൂൾസ് ഉണ്ട്. പ്രധാനപ്പെട്ട 3 മോളിക്യൂൾസാണ് നമ്മൾ ഈ പറഞ്ഞ DNAയും RNAയും പ്രോട്ടീനുകളും, അല്ലേ? അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ഈ ട്രാൻസ്ഫോർമേഷൻ്റെ കാരണക്കാരൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവർ ഈ പരീക്ഷണം വീണ്ടും ആവർത്തിച്ച് നോക്കുകയും അങ്ങനെ ആ ബയോകെമിക്കൽ അനാലിസിസ് വഴി അവർ എൻസൈംസ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ പരീക്ഷണം ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ലാസ്റ്റിൽ എന്തിലേക്ക് എത്തിച്ചേർന്നു? DNA തന്നെയാണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് കൺക്ലൂഡ് ചെയ്തു. ഇതാണ് ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ഈ പരീക്ഷണമൊന്നും നിങ്ങളോട് എഴുതാൻ ചോദിക്കത്തില്ല. പക്ഷേ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ 4 സ്റ്റെപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ് ഈ സാധനം എഴുതി തന്നെ പഠിക്കുക. ഇതൊന്നും അറിയാനില്ല, നമ്മൾ ആ ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ പഠിച്ചു വെക്കുക. എസ് സ്ട്രെയിൻ, അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, എസ് സ്ട്രെയിൻ ആണ് രോഗകാരി, ആർ സ്ട്രെയിന് രോഗകാരി അല്ല, അല്ലേ? അതിന് ഉള്ള ഇംഗ്ലീഷ് വേർഡാണ് പാത്തോജനിക് എന്നും നോൺ പാത്തോജനിക്. അപ്പോൾ എസ് ഈസ് പാത്തോജനിക് ആൻഡ് ആർ ഈസ് നോൺ പാത്തോജനിക്. ആദ്യം ഇത് രണ്ടും ഇട്ടപ്പോൾ പാത്തോജനിക് ആയതുകൊണ്ട് മൈസ് ചത്തു, അല്ലേ? ഇതാണെങ്കിൽ മൈസ് ചാകുന്നില്ല, നോൺ പാത്തോജനിക്. പക്ഷെ നമ്മൾ ഈ എസിനെ ചൂട് കൊടുത്ത് കൊന്നിട്ട് ഇത് ആവർത്തിച്ചപ്പോൾ മൈസ് ചാവുന്നതായിട്ട് കണ്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, എസ് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. പക്ഷെ 4ാമത്തെ പരീക്ഷണത്തിൽ എസിൻ്റെ കൂടെ ഹീറ്റ് കിൽഡ് എസിൻ്റെ കൂടെ ആർ സ്ട്രെയിൻ ആണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ മൈസ് ചാത്തു. അപ്പോൾ അതിൻ്റെ കാരണം ഈ എസിനെ, ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസിലെ എന്തോ ഒരു വസ്തു ഈ ആറിനെ എസ് ആക്കി മാറ്റി. അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ എസിൻ്റെ അകത്തുള്ള ഏതോ ഒരു വസ്തു ആറിനെ എസ് ആക്കി മാറ്റുകയും ന്യൂമോണിയ ഉണ്ടാക്കുകയും മൈസ് ചാകുകയുമാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഈ വസ്തു ഏതാണ്, ഇവിടെ ഉള്ള ആ മെറ്റീരിയൽ എന്താണ് എന്നുള്ളതാണ് 3 ശാസ്ത്രജ്ഞന്മാർ അവരുടെ ബയോകെമിക്കൽ അനാലിസിസ് വഴി ഈ പരീക്ഷണം ആവർത്തിക്കുകയും ഇതിൻ്റെ പ്രധാന കാരണം DNA ആണ്. DNA തന്നെയാണ് ഇവിടുത്തെ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പിന്നിലെ ആള് DNA തന്നെയാണ്. അപ്പോൾ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക്, അല്ലേ, ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് പോകുമ്പോൾ അതിന് ഇൻഹെറിറ്റൻസ് നമ്മൾ പറയും, അല്ലേ? അവിടെ നിന്ന് കൈമാറ്റം ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക്
പോകുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ ജനിതക മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പരീക്ഷണത്തിൽ കൂടി കണ്ടുപിടിച്ച ആൾക്കാർ ഇവരാണ്. ഇദ്ദേഹം ഈ പരീക്ഷണം മാത്രമേ, ഗ്രിഫ്ത്ത് പരീക്ഷണം മാത്രമേ നടത്തുകയുള്ളൂ. ഇതിലേതോ ഒരു വസ്തുവാണ്, ഓൺലി പ്രോട്ടീൻ, ഒന്നുകിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ RNA അല്ലെങ്കിൽ DNA എന്നായിരുന്നു ഗ്രിഫ്ത്ത് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ 3 ശാസ്ത്രജ്ഞന്മാരാണ് ഫൈനലായിട്ട് ഈ പരീക്ഷണം ആവർത്തിക്കുകയും അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുകയും ചെയ്തത്? DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എക്സ്പെരിമെൻ്റ് എന്തിനു വേണ്ടിയുള്ളതാണെന്നും ആരാണ് ഇത് പരീക്ഷണം നടത്തിയെന്നും ഒക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാൻ ആ പറഞ്ഞ 4 സ്റ്റെപ്സും അത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഈ എക്സ്പെരിമെൻ്റ് മൊത്തത്തിൽ നിങ്ങളോട് എഴുതാനൊന്നും ആരും ചോദിക്കാറില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വരുന്ന 3 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പലപ്പോഴും ചോദിക്കുന്നത്. ഹൂ പ്രൊപ്പോസ്ഡ്, പിന്നെ ഹൂ റീഡിസ്കവേർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അല്ലെ ആ സ്റ്റെപ്പ് തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഫില്ല് ചെയ്യാനും ചോദിക്കും. അല്ലാതെ ഒത്തിരി വലിച്ചു വാരിയൊന്നും നമുക്ക് എഴുതേണ്ടി വരത്തില്ല. ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണാം.